ഈശോയുടെ സ്നേഹമുള്ളവരെ, നോമ്പിൻ്റെ അവസാന ദിവസത്തിലേക്ക് നാം കടക്കുന്നു. ഇന്ന് 44-ാമത്തെ ദിവസമാണ്, ചൊവ്വാഴ്ച. ഈ ദിവസങ്ങളുടെ ഒരു പ്രത്യേകത, ഈ ദിവസങ്ങളെയൊക്കെ നമ്മൾ പെസഹായുമായി ബന്ധിപ്പിച്ചാണ് പറയാറുള്ളത്. പെസഹ ചൊവ്വാഴ്ച എന്ന് നാം പറയും. നാളത്തെ ദിവസത്തിന് പെസഹ ബുധനാഴ്ച എന്ന് പറയും. അതായത് നമ്മുടെ ചിന്തകൾ അങ്ങോട്ട് അടുക്കുകയാണ്. ഈശോ മിശിഹായുടെ പെസഹായെയും അതിൻ്റെ പൂർത്തീകരണമായ കുരിശുമരണത്തെയുമാണ് നാം ബന്ധിപ്പിക്കുക. അതിനനുയോജ്യമായ വായനകളാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് സഭ നൽകുന്നത്. ഈശോ തൻ്റെ ഐഹിക ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ മരണോത്ഥാനങ്ങളിലൂടെ ഒരിക്കൽ കൂടി പഠിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിലൂടെ യോഹന്നാൻ്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ, അതാണ് നമ്മുടെ പരിചിന്തന വിഷയം. അതിൽ 24-ാമത്തെ വാക്യം ഇന്നലെ നാം അത് ശ്രവിച്ചതാണ്. ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കുന്നു, അഴിയുന്നെങ്കിലോ അത് ഫലം പുറപ്പെടുവിക്കുന്നു. പാലസ്തീനായിലെ അന്നത്തെ ജനങ്ങൾക്ക് സുപരിചിതമായ ഒരു സംഭവം ആണ് ഈശോ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് നമുക്കും അത് പരിചിതമാണല്ലോ. ഇന്ന് നെന്മണി വിതച്ചാൽ നാളെ അത് കുതിർന്ന് വീർത്തിരിക്കും. അതിന് നമുക്ക് സഹിക്കാവുന്നതിനേക്കാൾ കൂടുതൽ ഒരു ദുഷിച്ച മണവുമുണ്ടായിരിക്കും. എന്നാൽ 2 ദിവസം കൂടി കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ചെടി ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഈശോ അവരെ പഠിപ്പിച്ചത്. ഗോതമ്പ് മണി ഇന്ന് വിതച്ചാൽ അത് ചീർത്ത് നാളെ അതിനൊരു ദുർഗന്ധമുണ്ടാകും. എന്നാൽ അത് കഴിഞ്ഞ് അതിൽ നിന്നൊരു ചെടി പുറത്തു വരുന്നു. അതിലൂടെ ഈശോ പഠിപ്പിക്കുന്നു, താൻ വന്നിരിക്കുന്നത് മരിക്കാനാണ്, മരണത്തിലൂടെ ജീവൻ നേടിത്തരാനാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. എല്ലാവരും ഇവിടെ ജീവിക്കാൻ വന്നവരാണ്. ഈശോ മിശിഹ മാത്രം മരിക്കാൻ വന്നവനാണ്. മരിച്ച് നമുക്ക് ജീവനായി തീരാനായിട്ടാണ്. ഈശോ തൻ്റെ മരണത്തെയും ഉത്ഥാനത്തെയും കുറിച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പ്രത്യക്ഷമായിട്ട് 3 പ്രാവശ്യം പീഡാനുഭവത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും പറഞ്ഞു. അവിടുന്ന് വീണ്ടും പറഞ്ഞു, അനേകർക്ക് മോചനദ്രവ്യമായി അർപ്പിക്കപ്പെടേണ്ടതാണ് തൻ്റെ ജീവിതമെന്ന് ശിഷ്യന്മാരോട്, തൻ്റെ ചുറ്റും കൂടിയിരുന്നവരോട് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 20-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തിൽ അവിടുന്ന് അതാണ് പറഞ്ഞത്. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, സ്വസഹോദരന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് ഈശോ പഠിപ്പിച്ചു. പൗലോസ്ലീഹ നമ്മോട് ചോദിക്കുന്നുണ്ട്, പാപിയായ നല്ല ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യാം, മരിക്കുക വരെ ചെയ്യാം. എന്നാൽ പാപികളായ മനുഷ്യർക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാവുന്നത് ആരാണ്? അത് ഈശോ മാത്രമാണ്. അങ്ങനെയാണ് ഈശോ തൻ്റെ ജീവിത ദൗത്യം പൂർത്തിയാക്കിയത്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ട് അവിടുന്ന് മരിച്ചു. എല്ലാവരുടെയും പാപങ്ങൾ ഏറ്റ് അവൻ മരിച്ച് പാപികൾക്ക് ജീവൻ നൽകാൻ അവിടുന്ന് തയ്യാറായി. ഈശോയുടെ സഹന ജീവിതവും ത്യാഗവുമാണ് അനേകർക്ക് ചൈതന്യവും ശക്തിയും ജീവിതത്തിലെ എന്തിനേയും നേരിടാനായിട്ടുള്ള സ്രോതസ്സുമായി നിലനിൽക്കുന്നത്. രക്തസാക്ഷികളുടെ സ്രോതസ് ഈശോയുടെ മരണമാണ്. ആദ്യ രക്തസാക്ഷി ഈശോയാണ്. രക്തം ചിന്തി, മനുഷ്യവംശത്തിന് വേണ്ടി രക്തം ചിന്തി മരിച്ചവൻ. സഭ നിലനിൽക്കുന്നത് തന്നെ ഈശോയുടെ മരണോത്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ. തീർച്ചയായും സഭ ജീവിക്കുമ്പോൾ അവളെ ചൈതന്യമുള്ളവളാക്കുന്നത് ഇപ്രകാരം ജീവിച്ചവരുടെ ശക്തിയാണ്. ഈശോ മിശിഹായും അവൻ്റെ മരണത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച അനേകം രക്തസാക്ഷികളും അനുദിനം ഈശോയുടെ നാമത്തിൽ രക്തം ചിന്തുവാൻ
ആയിരങ്ങൾക്ക് ശക്തി നൽകുന്നത് ഈശോയുടെ കുരിശുമരണമാണ്. അവർക്കറിയാം, മരിച്ചാൽ അവനെപ്പോലെ മരിച്ചാൽ, അവനിൽ മരിച്ചാൽ അവനിൽ ഉത്ഥാനം ചെയ്യും എന്ന്. ഇത് സഭയുടെ ചരിത്രമാണ്. സഭാപിതാവായ തെർത്തുല്യൻ ഇങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്: രക്തസാക്ഷികളുടെ ചുടുനിണത്തിൽ പൊട്ടിമുളച്ചതാണ് സഭ. അതുകൊണ്ട് ഈ രക്തസാക്ഷിത്വം ഇന്നും തുടരുന്നു എന്നതാണ്. അതിനുള്ള ശക്തി ക്രിസ്ത്യാനിക്ക് ലഭിക്കുന്നത് ഈശോയുടെ കുരിശിലെ മരണത്തിൽ നിന്നും, ആ മരണത്തിൽ അവിടുന്ന് ചിന്തിയ രക്തത്തിൽ നിന്നുമാണ്. രക്തസാക്ഷികളെക്കുറിച്ച് ഇങ്ങനെയാണ് സഭ പഠിപ്പിക്കുക: അവരുടെ രക്തം വിറ്റ് ജീവൻ നേടിയ വ്യവസായികളാണ് എന്ന്. ഗോതമ്പ് മണിയെക്കുറിച്ച് മനോഹരമായ മറ്റനേകം ചിന്തകളുണ്ട്. ആദ്യ നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് ജീവിച്ചിരുന്ന അപ്പസ്തോല പിതാക്കന്മാരിൽ ഒരുവനായ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്, അദ്ദേഹത്തെ അന്ത്യോക്യയിൽ നിന്ന് റോമിലേക്ക് വധിക്കുവാനായി, ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രം വധിക്കുവാനായി റോമിലേക്ക് കൊണ്ടുപോകുന്നപ്പോൾ വഴിയരികിൽ നിന്നവർ അവനെ ഓർത്ത് കരഞ്ഞു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: കർത്താവിൻ്റെ ഗോതമ്പാകാൻ നിങ്ങൾ എന്നെ അനുവദിക്കുക. അലൗ മീ ടു ബി ദ വീറ്റ് ഓഫ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ചതഞ്ഞരഞ്ഞ് അപ്പമായിട്ട് തീരാൻ, ആ അപ്പം ജീവിക്കുന്നവർക്കുള്ള അപ്പമായിട്ട് തീരാൻ ഞാൻ ഈ രക്തസാക്ഷിത്വം വരിക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ഗോതമ്പ് മണി പോലെ ചതഞ്ഞരഞ്ഞ് തീരാൻ. ഈശോ മിശിഹായുടെ മരണമാണ് ഇത് പറയാൻ ശക്തി നൽകിയത്. വിശുദ്ധ അഗസ്തീനോസ് ഇതേക്കുറിച്ച് വീണ്ടും വ്യക്തമായി ഇങ്ങനെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ കുർബാനയിലെ അപ്പത്തെയും വീഞ്ഞിനെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെ പഠിപ്പിക്കുന്നു: അനേകം ഗോതമ്പണികൾ പൊടിച്ചെടുത്ത് ചേർത്ത് ഒരപ്പമുണ്ടാക്കിയതുപോലെ, അനേകം മുന്തിരിപ്പഴങ്ങൾ പിഴിഞ്ഞെടുത്ത് വീഞ്ഞുണ്ടാക്കിയിരിക്കുന്നത് പോലെ, ഈ അപ്പത്തിൽ നിന്നും വീഞ്ഞിൽ നിന്നും ഭക്ഷിക്കുവാനും കുടിക്കുവാനുമായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ എത്രമാത്രം അനുരഞ്ജനപ്പെട്ട് സ്നേഹത്തിൻ്റെ പാതയിലായിരുന്നു കൊണ്ട് അവന് വേണ്ടി, അവൻ്റെ നാമത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കാൻ തയ്യാറാകുന്നവരാകണം എന്നാണ്. ഈശോയുടെ രക്തം, ഈശോയുടെ മരണം അനേകം രക്തസാക്ഷികളുടെ ഉറവിടമാണ് എന്നോർക്കുക. ഈശോയുടെ മരണവും ധാനവുമാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഇതിനുള്ള ശക്തി അവിടുന്ന് ആകണമേ എന്ന്. നാം കേട്ടിട്ടുണ്ടല്ലോ, ഒന്നില്ലാതാകുമ്പോഴാണ് മറ്റൊന്നിന് ജീവൻ ഉണ്ടാകുന്നത് എന്ന്. സാധാരണ അങ്ങനെയാണ് നമ്മുടെ ചിന്ത. എന്നാൽ ഈശോയുടെ ജീവിതവും മരണവും അങ്ങനെയല്ല. അവിടുന്ന് തന്നെ മരണത്തിന് വിട്ടുകൊടുത്ത് ഇല്ലാതായിട്ട് തീരുന്നില്ല, അതിലൂടെ അവൻ മഹത്വീകൃതനായിട്ട് തീരുകയാണ്. ഈ മഹത്വീകൃതനായ മിശിഹായാണ് നമ്മെ അവനിൽ മഹത്വീകൃതനാക്കുന്നത്. വേദനയുടെ ആഴത്തിൽ വലിയ ആഴ്ച കടത്തിവിടുമ്പോൾ ഇത്തരത്തിലുള്ള പശ്ചാത്തലത്തിൽ ജീവിക്കുന്നവരെ നമ്മുടെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. എത്രയോ പേർ ഈശോയുടെ നാമത്തിൽ രക്തം ചിന്തി മരിക്കേണ്ടി വരുന്നു. സഹോദരന് വേണ്ടി ജീവൻ പങ്കിട്ട് മരിക്കുന്ന എത്രയോ പേരെ നമുക്ക് പകർച്ചവ്യാധികളിൽ അവർക്ക് വേണ്ടി ജീവിക്കുന്നവരിൽ കാണാൻ പറ്റും. അവരെ എല്ലാം നമ്മുടെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. കർത്താവായ ഈശോയെ, വിശുദ്ധ കുർബാന ഓരോ തവണ അർപ്പിക്കുമ്പോഴും ഇതാണല്ലോ നീ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അൾത്താരയിൽ അർപ്പിക്കുന്ന ജീവനിൽ നിന്ന് മാത്രമേ പുതുജീവൻ ഉണ്ടാവുകയുള്ളൂ. മരിക്കുമ്പോഴാണ് ജീവിക്കുന്നതെന്ന് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ. മരണം ലാഭമാണ് എന്ന് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. രോഗികളോടും പകർച്ചവ്യാധികളുടെയും ഇടയിൽ ശുശ്രൂഷിക്കാൻ അനേകരുണ്ടല്ലോ, നീ തന്നെ തിരഞ്ഞെടുത്തവർ.
ജീവൻ അർത്ഥമുണ്ട് എന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. സഹിക്കുന്നതിനും മരിക്കുന്നതിനും അർത്ഥമുണ്ടെന്ന് പഠിപ്പിക്കണമേ. രക്തസാക്ഷികളെ നിൻ്റെ മഹത്വത്തിലേക്ക് നേരെ നീ സ്വീകരിക്കണമേ. രക്തസാക്ഷികളാകാനായിട്ടുള്ള അവസരം ലഭിക്കുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാതെ നിൻ്റെ നാമത്തെ പ്രതി രക്തം ചിന്തി ഗോതമ്പ് മണി അഴിഞ്ഞു തീർന്ന് പുതിയ ജീവനുണ്ടാകുന്നത് പോലെ സഹോദരന് വേണ്ടി ജീവൻ ബലി കഴിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക്, ഞങ്ങളുടെ രക്തസാക്ഷികൾക്ക് ഞങ്ങൾ നൽകണമേ. ഈശോയെ, നിൻ്റെ നാമത്തിൽ എല്ലാ ദിവസവും, എല്ലാ മണിക്കൂറും, എല്ലാ നിമിഷവും അനേകർ മരിച്ചു വീഴുന്നുണ്ടല്ലോ. അത് വെറും മരണമായിട്ട് കാണാതെ നിന്നിലുള്ള ജീവനായിട്ട്, ജീവിതമായിട്ട് കാണാൻ അവർക്കും ഞങ്ങൾക്കും സാധിക്കട്ടെ. രക്തസാക്ഷികളുടെ ചുടുനിണം ഇന്നും എന്നെയും ഈ സഭയെയും ശക്തമാക്കട്ടെ. അതിന് ജലവും വളവുമായി തീരട്ടെ.